കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 92-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നത്, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദുഷ്ടത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർക്ക് തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, അല്ലേ? ശ്രദ്ധിച്ച്, അപ്പനെ അല്ലെങ്കിൽ അമ്മയെ, സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ അവർക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാതാപിതാക്കളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നീതി ലഭ്യമാകും എന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ നിന്ന് അനീതി വെളിപ്പെടുന്ന ഒരു കാലത്താണ്, അല്ലെങ്കിൽ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദുഷ്ടത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ വർധനവ്, മനുഷ്യ ജീവിതത്തിൽ പാപം വർദ്ധിക്കുന്നത് കണ്ടിട്ട് ദൈവം പറഞ്ഞൊരു വാക്കാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് പറഞ്ഞൊരു ഭാഗത്തെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്തോ അതിൻ്റെ കാര്യം ദൈവം ആഗ്രഹിച്ചത്, മനുഷ്യൻ്റെ സൃഷ്ടിയിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചത് ദൈവത്തെ ആരാധിക്കുക, നീതിയോടെ നടക്കുക, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുക, മറ്റുള്ളവർക്ക് സഹായമാകുക എന്നൊരു ചിന്ത ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വന്നതിനെ പ്രതിയാണ് മനുഷ്യൻ്റെ സൃഷ്ടി നടക്കുന്നത്, അല്ലേ? എന്നാൽ മനുഷ്യൻ എന്താ ചെയ്തേ? അധാർമികതയിലേക്ക്, ദുഷ്ടതയിലേക്ക് മനുഷ്യൻ്റെ ചിന്തകൾ വഴിമാറുവാൻ തക്കവണ്ണം ഇടയെ, പെട്ടെന്ന് സമ്പത്തുണ്ടാക്കുവാൻ, പെട്ടെന്ന് ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി മനുഷ്യത്വം മരവിച്ചു പോകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? അതാണ് നമ്മൾ വായിച്ചത്. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും. എന്തുകൊണ്ട് അർത്ഥം പുല്ലുപോലെ മുളയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം. പ്രൈസിൽ ഒരു ദിവസം പുല്ല് പിടിച്ച് കിടന്നിരുന്ന, ഇല്ലെങ്കിൽ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും ഇന്നത്തെ മിഷൻ സംവിധാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ മൺവെട്ടി ഉപയോഗിച്ച് നമ്മളതിനെ റിമൂവ് ചെയ്ത് എന്ന് ചിന്തിക്കുക. സ്തോത്രം. ഒരുപക്ഷെ ഒരു 5-6 അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ അങ്ങനെ ക്ലീൻഡായിട്ട് കിടക്കും. പെട്ടെന്നൊരു മഴ പെയ്തു എന്ന് ചിന്തിച്ച് ആ മഴ പെയ്യുന്ന സമയത്ത് സ്തോത്രം പെട്ടെന്ന് ഈ നമ്മൾ വെട്ടിമാറ്റി എന്ന് പറയുന്ന ആ സ്ഥലത്ത് പുല്ലുകൾ കിളിർത്ത് വരുവാൻ തക്കവണ്ണം ഇടയാകും, അല്ലേ? പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ഇന്നും ദുഷ്ടന്മാർ വളർന്നു വരുന്നതിൻ്റെ ഒരു കാലം നമുക്കറിയാം. വേഗത്തിലാണ് അവർ വളരുന്നത്, വേഗത്തിലാണ് അവർ ഉയർച്ച പ്രാപിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നു, അതുപോലെ തന്നെ നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നു. എന്തോ ഈ തഴയ്ക്കുന്ന പൊട്ടിയോടെ ബലത്തൊടിക്കുക, അവർക്കൊരു പ്രയാസമില്ല. അവർ ഓരോ ദിവസവും അവരിങ്ങനെ സ്തോത്രം ഹല്ലേലൂയ വിലസി സമ്പത്തിലാകട്ടെ, വാഹനത്തിലാകട്ടെ, ആഹാരത്തിലാകട്ടെ, വസ്ത്രധാരണത്തിലാകട്ടെ അവർ തഴച്ചു കൊഴുത്തിങ്ങനെ വളരുന്ന ഒരു കാലം, അല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നു, ദൈവം പറയുന്നു, ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ലോകത്തിൻ്റെ കയ്യിൽ നിന്നോ, നിയമ സംവിധാനങ്ങളുടെ കയ്യിൽ നിന്നോ, ഇല്ലെങ്കിൽ മാനുഷിക ശിക്ഷയുടെ മേഖലകളിൽ നിന്നോ നമുക്ക് രക്ഷപ്പെട്ടെന്ന് വരാം. പക്ഷെ ദുഷ്ടതയ്ക്കും നീതികേടിനും ദൈവത്തിൻ്റെ മുമ്പിൽ സ്തോത്രം ഒരിക്കലും രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഇനി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊറ്റ വഴി യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ചെയ്ത തെറ്റിനെക്കുറിച്ച് അനുതപിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ചെയ്ത പാപത്തെക്കുറിച്ച് ദൈവത്തോട് ക്ഷമാപണം ചോദിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. ഇല്ല എങ്കിൽ നിശ്ചയമായി നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നു, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ നശിക്കുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ സ്തോത്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ,
സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനാട് സ്തോത്രം. ദുഷ്ടതകൾ വെടിഞ്ഞ്, പാപം വെടിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുന്നൊരു തലമുറയെ അവിടുന്ന് ഉരുവാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.